ദൈവത്തിന് സ്തോത്രം. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഒരവസരം കൂടെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഈ രാവിലെയുള്ള തിരുവചന ചിന്തയ്ക്ക് വേണ്ടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25 അധ്യായം 4 വാക്യം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25 അധ്യായം 4 വാക്യം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഖവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. പ്രിയരെ, ഈ വിലയേറിയ വാക്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ വാക്യത്തിനകത്ത് ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമാണ് വിശദീകരിച്ചിരിക്കുന്നത്. ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വിഷമതകളും കടന്നു വരുമ്പോൾ ദൈവപ്രകാരം നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്നാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ. ആമേൻ. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒന്നിനു പിറകെ ഒന്നായി വലിയ വൃക്ഷത്തെ പോലും തകർത്ത് കളയുവാൻ സാധ്യതയുള്ള കൊടുങ്കാറ്റിന് തുല്യമായിട്ട് തള്ളിയിടുവാൻ, തകർക്കുവാൻ, വേരോടെ പറിച്ചു കളയേണ്ടതിനുള്ള ബലത്തോടെ ജീവിതയാത്രയ്ക്ക് നേരെ അടിച്ചു കയറുമ്പോൾ ഈ കൊടുങ്കാറ്റൊരു സാധാരണ കൊടുങ്കാറ്റല്ല. ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ഭയങ്കരന്മാരുടെ ചീറ്റൽ. ആമേൻ. എന്തും ചെയ്യാൻ മടിയില്ലാത്ത, എന്തും പ്രവർത്തിക്കുവാൻ ഒരു ശങ്കയുമില്ലാത്ത, ആരെയും നശിപ്പിക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ ഒരു മടിയുമില്ലാത്ത ഭയങ്കരന്മാരുടെ ചീറ്റലിന് മുൻപിൽ ഹൃദയം പൊട്ടി വേദനയോടെ ആകുലതകളോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആമേൻ കൊടുങ്കാറ്റടിച്ച് ആമേൻ ആടി ഉലയുന്നത് പോലെയുള്ള ജീവിത അനുഭവത്തിൽ ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ തിരുവചനം എഴുതിയിരിക്കുന്നു, നീ എളിയവന് ഒരു ദുഃഖം. പ്രതിസന്ധി അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ, മറ്റൊരിടത്തും പോയി രക്ഷപ്രാപിക്കാനില്ലാതെ വരുമ്പോൾ, ആരുടെ അടുക്കലും സഹായത്തിന് ചെല്ലുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഭയങ്കരന്മാർ കൊടുങ്കാറ്റ് പോലെ ചീറിപ്പാഞ്ഞ് ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവവൈതലേ, നിശ്ചയമായിട്ടും വിശ്വസിക്കുവാനും ഏറ്റെടുക്കുവാനും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനും പ്രത്യാശയുണ്ട്. കാരണം എളിയവന് ദുഃഖമായി വെളിപ്പെടുന്നൊരു ദൈവമുണ്ട്. മറഞ്ഞിരിക്കുവാൻ, ഓടിച്ചെല്ലുവാൻ, അഭയം പ്രാപിക്കുവാൻ ഇന്ന് പകൽ രക്ഷകൻ നമ്മുടെ മുൻപിലുണ്ട്. നീ എളിയവന് ഒരു ദുഃഖവും. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു, ദരിദ്രന് അവന്റെ സങ്കടങ്ങളിൽ ഒരു കോട്ട. ആമേൻ. പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ച് പ്രതികൂലങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കയറി വന്ന് ആമേൻ മുൻപോട്ട് പോകുവാൻ ഒരു നിവൃത്തിയുമില്ലാത്ത നിലയിൽ വേദനാജനകമായ സാഹചര്യങ്ങളിലാണോ ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ട. ആമേൻ. ദൈവം ദുർഗമാണ്. ദൈവം ഒരു കോട്ടയ്ക്ക് തുല്യമാണ്. എപ്പോഴാ? ഒന്ന്, ഭയങ്കരന്മാരുടെ പരിഹാസങ്ങളും ആയുധങ്ങളും കൊടുങ്കാറ്റ് പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച് തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ദൈവം ഒരു ദുഃഖമായി വെളിപ്പെടും. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നിഴലിൻ്റെ കീഴിൽ, ദൈവസാന്നിധ്യത്തിന് കീഴിൽ ആമേൻ ഒരു ദുഃഖത്തിനകത്ത് കയറി മറയുന്നത് പോലെ
ഒരു സംരക്ഷണമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അതനുഭവിക്കുവാൻ ദൈവം നമുക്ക് കരുണ കാണിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ട. ആമേൻ. പാവപ്പെട്ടവന് ആശ്രയിക്കുവാൻ അല്ലെങ്കിൽ സഹായത്തിന്, ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ആരും അവനെ സഹായിക്കാനില്ലാതെ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വാക്യം പറയുന്നു, അവന്റെ കഷ്ടത്തിൽ ദൈവം ഒരു കോട്ടയായി വെളിപ്പെടുമെന്ന്. ഇന്ന് പ്രഭാതത്തിൽ ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മകളുടെ വേദനാജനകമായ അനുഭവങ്ങളിലാണോ കോട്ടയായിട്ട് ഈ പ്രതിസന്ധികൾ തൊടാതെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് രാവിലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? മൂന്നാമത്തെ കാര്യം പറയുന്നു, കൊടുങ്കാറ്റിൽ ഒരു ശരണം. ആമേൻ. ദൈവം ദുർഗമാണ്, കോട്ടയാണ്, ശരണമാണ്, അഭയമാണെന്ന് ഇന്ന് രാവിലെ നിശ്ചയമായിട്ടും നിലംപരിചാക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ശരണമായിട്ടൊരു മഹാദൈവമുണ്ട്. അവസാനത്തെ കാര്യം പറയുന്നു, ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. ഇന്ന് പകൽ ദൈവം നമുക്ക് ആരാ? ഒന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് ദുർഗമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം നമുക്ക് കോട്ടയാണ്. മൂന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് ശരണമാണ്. നാലാമത്തെ കാര്യം ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവം നമുക്ക് തണലാണ്. ആമേൻ. പ്രതിസന്ധികൾ ഇളക്കി മറിക്കുന്നെങ്കിൽ, ആകുലതകൾ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിൽ അഭയം പ്രാപിക്കുക, ദൈവമുഖത്തേക്ക് നോക്കുക. ഇന്ന് രാവിലെ വിടുവിക്കുവാൻ കരുത്തുള്ള മഹാദൈവത്തിന്റെ സന്ദേശമാണ് തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ വചനചിന്ത വിടുതലായി തീരട്ടെ. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, ദൈവമേ, നീ എളിയവന് ഒരു ദുർഗവും, ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. ബലമുള്ള ദൈവത്തിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? വലിയ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യും. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ പ്രഭാതത്തിനായി നന്ദി. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. സ്ഥിതികൾ, സാഹചര്യങ്ങൾ, അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി തീർക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.